ആദ്യഘട്ടം പെട്ടിയിലായി. ഏറ്റവും കൂടുതൽ പോളിംഗ് വയനാട്ടും ഏറ്റവും കുറവ് തിരുവനന്തപുരത്തും. ഇത് ഏതേത് കക്ഷികളെ തുണയ്ക്കും? ആർക്കൊക്കെയാണ് അടിതെറ്റാൻ പോകുന്നത്? ചർച്ച ചെയ്യുന്നു സ്പെഷ്യൽ എഡിഷൻ ഇന്ന്. ഏഴ് ജില്ലകളിലേക്ക് നടക്കുന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. അവസാന കണക്കുകൾ അനുസരിച്ച് 76.2% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്, 81.58%. കാസർഗോഡും കണ്ണൂരുമാണ് തൊട്ടുപിന്നിൽ. തിരുവനന്തപുരത്ത് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി ജില്ലകളിലും കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയുള്ള വടക്കൻ ജില്ലകളിലുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. 7 ജില്ലകളിലും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്, തൊട്ടുപിറകെ കണ്ണൂരും. തിരുവനന്തപുരത്താണ് ഏറ്റവും കുറവ്. പോളിംഗ് സമയം അവസാനിച്ച ശേഷവും പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര കാണാമായിരുന്നു. കണ്ണൂർ, തിരുവനന്തപുരം, ഇടുക്കി, കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളുണ്ടായി. 3 സ്ഥാനാർത്ഥികൾ ആക്രമിക്കപ്പെട്ടു. രാവിലെ പെയ്ത കനത്ത മഴ മിക്ക ജില്ലകളിലും ആദ്യ മണിക്കൂറുകളിൽ വോട്ടിങ്ങിനെ ബാധിച്ചു. വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറ് ചിലയിടങ്ങളിൽ പോളിംഗ് വൈകാൻ ഇടയാക്കി. കോഴിക്കോട് കുന്നമംഗലത്ത് കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച CPM പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരത്ത് ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് മന്ദഗതിയിലായിരുന്നു. അവസാന 2 മണിക്കൂറിലാണ് മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയത്. തീരമേഖലയിലും നഗരസഭയിൽ ത്രികോണ മത്സരം നടന്ന വാർഡുകളിലുമാണ് മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയത്. കൊല്ലത്ത് വോട്ടിംഗ് യന്ത്രം തകരാറായ ബൂത്തുകളിൽ സമയം നീട്ടി നൽകി. നഗരസഭകളിലാണ് മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയത്. കോഴിക്കോട് ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കാസർഗോഡ് ജില്ലയിൽ തെളിഞ്ഞ അന്തരീക്ഷം പോളിംഗിന് അനുകൂലമായിരുന്നു. ഉച്ചസമയത്തൊഴികെ മിക്കപ്പോഴും ബൂത്തുകളിൽ നീണ്ട നിര കാണാമായിരുന്നു. സംസ്ഥാനത്ത് ഒരു ബൂത്ത് ഏജന്റ് അടക്കം 4 പേർ പോളിംഗിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു. സംസ്ഥാനത്തെ ഏക ട്രൈബൽ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. ഇടുക്കി, വയനാട് തോട്ട മേഖലയിലും കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. സംസ്ഥാനത്തെ വോട്ടർമാരിൽ ഭൂരിപക്ഷവും വനിതകളാണ്. 50% സീറ്റ് വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ. ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു. 7 ജില്ലകളുടെയും ജനവിധി പോളിംഗ് പൂർത്തിയായി പെട്ടിയിലായിരിക്കുന്ന പശ്ചാത്തലത്തിൽ വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ സ്പെഷ്യൽ എഡിഷനും. എന്നോടൊപ്പം ഉള്ളത് ഷാനിമോൾ ഉസ്മാൻ, കോൺഗ്രസിന്റെ ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഒപ്പം തന്നെ CPMന്റെ ജെ മേഴ്സിക്കുട്ടിയമ്മ കൊല്ലം സ്റ്റുഡിയോയിൽ, മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി OM ശാലീന കൊച്ചി സ്റ്റുഡിയോയിൽ, വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഖമറുന്നിസ അൻവർ എന്നോടൊപ്പം കോഴിക്കോട് സ്റ്റുഡിയോയിൽ, ഒപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീജ നെയ്യാറ്റിൻകര തിരുവനന്തപുരം സ്റ്റുഡിയോയിലും. എൻ്റെ എല്ലാ വനിതാ സുഹൃത്തുക്കൾക്കും സ്പെഷ്യൽ എഡിഷന്റെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, 7 ജില്ലകളിലെ വോട്ടർമാർ അവരുടെ മനസ്സ് ഇന്ന് പെട്ടിയിലാക്കി കഴിഞ്ഞു. UDF അനുകൂല തരംഗം ഉണ്ടാകുമെന്നും UDFനൊരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും UDF നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ അംഗീകാരമായി ഈ ജനവിധി മാറും എന്നും നിങ്ങളുടെ നേതാക്കൾ പറയുന്നു. ഇപ്പോൾ പോളിംഗ് ശതമാനം പുറത്തു വരുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്? എന്താണ് ആ പ്രതീക്ഷയുടെ അടിസ്ഥാനം? ആദ്യം തന്നെ മീഡിയ 1 ഒരു വനിതാ എഡിഷൻ വെച്ചതിലുള്ള സന്തോഷം ഞാനും അറിയിക്കുകയാണ്. ഇതിനകത്ത് ഇനി പ്രവചനങ്ങൾക്കല്ല, ഇനിയിപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കേണ്ട ഒരു സമയമായിരിക്കും. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും 100% ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ജനവിധി പ്രതീക്ഷിക്കുകയാണ്. അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തണമെന്നാണ്. അപ്പോൾ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വോട്ട് രേഖപ്പെടുത്തുമ്പോൾ തന്നെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് 2 കാര്യങ്ങൾ കൂടിയാണ്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഫാസിസം, CPMന്റെ നേതൃത്വത്തിലുള്ള അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വോട്ട്. രണ്ടാമതായി BJPയുടെ നേതൃത്വത്തിലുള്ള വർഗീയ രാഷ്ട്രീയത്തിനെതിരെ, വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ള വോട്ട്. അപ്പോൾ നിശ്ചയമായും അതുകൊണ്ട് തന്നെ കേരളത്തിലെ സ്ത്രീകൾ, പ്രത്യേകിച്ച് വോട്ടർമാരായിട്ടുള്ളവർ ശക്തമായി തന്നെ ഈ ജനാധിപത്യത്തിൽ വിശ്വസിച്ച് വോട്ട് രേഖപ്പെടുത്താനായി കടന്നു വരുമ്പോൾ ഇന്നത്തെ ആനുകാലിക രാഷ്ട്രീയം വളരെ നന്നായി തന്നെ വിശകലനം ചെയ്താണ് കടന്നു വരുന്നത് എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുള്ള വിജയത്തെക്കാൾ മികച്ച വിജയം ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി
പ്രത്യേകിച്ച് അരുവിക്കര അടക്കം, പിറവമടക്കം, നെയ്യാറ്റിൻകര അടക്കം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അടക്കമുണ്ടായിട്ടുള്ള വിജയങ്ങളുടെ ഒരു തുടർച്ച എന്നോണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. റൈറ്റ്. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഇവിടെ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു 2 തരത്തിലുള്ള ശത്രുക്കളെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. ഒന്ന്, അവർ പറയുന്നു CPM-ന്റെ അക്രമ രാഷ്ട്രീയം. 2, BJP ഉയർത്തുന്ന വർഗീയ ഫാസിസം. ഈ 2 വിഷയങ്ങളാണ് പ്രധാനമായി ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ സ്വാധീനിക്കാൻ പോകുന്നതെന്നാണ് ഷാനിമോൾ ഉസ്മാൻ പറയുന്നത്. 2005-ലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ വിധി ഈ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കപ്പെടാൻ പോകുന്നു എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് വോട്ടെടുപ്പിന് ശേഷം പ്രതികരിച്ചത്. നിങ്ങൾക്ക് വിജയപ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ? തീർച്ചയായും LDF-ന് ശുഭപ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ എൻ്റെ സുഹൃത്തു കൂടിയാണ്. ഷാനിമോൾ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ഉയർത്തുന്ന വർഗീയ ഫാസിസം ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. രണ്ടാമത്തെ പ്രശ്നം, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തുടരുന്ന കൊടി അഴിമതിയാണ്. കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി ഗവൺമെൻറ്റാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്. ആ കൊടി അഴിമതിക്കെതിരായി ജനങ്ങൾ നല്ല വിധിയെഴുത്ത് നടത്തും. കാരണം രാഷ്ട്രീയ രംഗത്ത് ധാർമ്മികത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജനപക്ഷമുള്ള നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം കിട്ടുന്ന അവസരമെല്ലാം ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ അഴിമതി നടത്തിയിട്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ജനങ്ങളോട് പറയുന്ന ഒരു മനോഭാവം എന്ന് പറയുന്നത് രാഷ്ട്രീയ രംഗത്ത് സഹിക്കാവുന്നതിലപ്പുറമായി മാറുകയാണ്. രാഷ്ട്രീയമെന്ന് പറയുന്നത് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാകണം. അതിപ്പോൾ അക്രമത്തിൻ്റെതാണെങ്കിൽ അക്രമത്തിനെതിരായ ചിന്തയാണ് രാജ്യത്തെ ജനങ്ങൾക്കുള്ളത്. അതിനൊന്നും എനിക്ക് സംശയമില്ല. CPM അക്രമമാണ് നടത്തുന്നതെന്ന് പറയുന്ന ആ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. CPM എപ്പോഴും മാനവികതയിൽ അടിയുറച്ച പ്രസ്ഥാനമാണ്, ജനപക്ഷമുള്ള നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ്, തൊഴിലാളി വർഗ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് അക്രമം ഒരു കലയായി കൊണ്ട് നടക്കാൻ കഴിയില്ല എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ജനപക്ഷമുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു മുന്നണി തീർച്ചയായും ഇന്നത്തെ ജനവിരുദ്ധ അഴിമതി നിലപാടുകളുമായി പോകുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരായി ശക്തമായ വിധിയെഴുത്താണ് നടത്തുന്നത്. കേന്ദ്രം തുടരുന്ന വർഗീയ ഫാസിസം രാജ്യത്തെ ശിഥിലീകരിക്കാൻ, ആസൂത്രിതമായി ശിഥിലീകരിക്കാൻ നടത്തുന്ന നീക്കം ദളിത് വിഭാഗങ്ങൾക്കെതിരെ, പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെ, മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കടുത്ത വേട്ടയാണ്. അത് അങ്ങേറ്റം ഭയപ്പാടാണ് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളിൽ ഭാരതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെതിരായി ശക്തമായ വിധിയെഴുത്ത്, ദേശീയ തലത്തിലൊരു ശക്തമായ സന്ദേശവും കേരളത്തിലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരായിട്ടുള്ള കടുത്ത അമർഷവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് അടിത്തറ. ശരി, ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഞാൻ 2ാം റൗണ്ടിൽ താങ്കളുടെ അടുത്തേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ഖമറുന്നീസ അൻവർ, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർ കുറെ കൂടി ഓർഗനൈസ്ഡ് ആയിട്ട്, അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ, തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ, തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടപെടുന്ന കാര്യത്തിൽ, മറ്റു തരത്തിലുള്ള ആഭ്യന്തരമായ പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ പരിഹരിച്ച് ഏറെക്കുറെ ഒരു ഏകോപനം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പക്ഷേ നേരെ മറിച്ചായിരുന്നു UDF-ൻ്റെ സ്ഥിതി. താങ്കൾക്ക് നന്നായി അറിയാം, ലീഗ് പലയിടങ്ങളിലും UDF-ന് തലവേദന സൃഷ്ടിച്ചു. പ്രത്യേകിച്ച് കൊല്ലത്ത് ആദ്യം ഉണ്ടായി, മലപ്പുറത്ത് അതൊരു സംഘർഷത്തിൻ്റെ അവസ്ഥയിൽ വരെ എത്തി, ഇടുക്കി അതുപോലെ തന്നെ കോട്ടയം മേഖലകളിൽ കേരള കോൺഗ്രസ് ഇതുപോലെ തലവേദന ഉണ്ടാക്കി. ഇത്തരം ഘടകകക്ഷികൾ ഉണ്ടാക്കിയ ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച്, കോൺഗ്രസിൻ്റെ തന്നെ വിമത സാന്നിധ്യങ്ങളെ അതിജീവിച്ച് വലിയ ഒരു നേട്ടം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ നേതാക്കൾ എന്ത് പ്രശ്നം ഉണ്ടായാലും, എന്ത് സംഘർഷം ഉണ്ടായാലും അവിടെയൊക്കെ ഓടിയെത്തുന്ന നേതാക്കൾ അതൊക്കെ സമാധാനപൂർവ്വം പരിഹരിച്ചിട്ടുണ്ട്. ഇനി 5-ാം തീയതി വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന മലപ്പുറത്ത് പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല. അപ്പോഴേക്കല്ല ശരിയാവും തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ. ആരും എതിരായിട്ടായിരുന്നു ചെയ്യില്ല. UDF തന്നെ വിജയിക്കും. ഒരൊറ്റ മിനിറ്റ് മാഡം, എനിക്ക് തോന്നുന്നു എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ലേപ്പൽ മൈക്ക് താഴെ വീണിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഒരു നിമിഷം, അപ്പോഴേക്ക് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒരു നിമിഷം, നമുക്കത് പരിഹരിക്കുമ്പോഴേക്കും. ശ്രീമതി OM ശാലീന, നിങ്ങൾ ഒരു വലിയ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് BJP ഒരു ഘടകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി. ഉദാഹരണത്തിന് ഇന്നിപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടുള്ള 7 ജില്ലകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കാസർഗോഡും പ്രത്യേകമായി എടുത്താൽ, അവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. ആ ത്രികോണ മത്സരം സാധ്യമാക്കിയത് BJPയുടെ സാന്നിധ്യമാണ്. O രാജഗോപാൽ ഇന്ന് വോട്ടെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ BJPക്ക് കഴിയുമെന്നാണ്. ഒരു പക്ഷേ
നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന ജനവിധി എന്താണെന്നറിയില്ല. പക്ഷേ നിർഭാഗ്യകരമായ ഒരു സാഹചര്യം ഇന്ന് ദേശീയ തലത്തിൽ നിങ്ങൾക്ക് തിരിച്ചടിയായി ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന് ഉത്തർപ്രദേശിൽ നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം വന്നപ്പോൾ നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ പോലും 58 വാർഡുകളിൽ 50 വാർഡുകൾ BJP തോൽക്കുകയും കേവലം 8 വാർഡുകളിൽ മാത്രം നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ദുരവസ്ഥ കേരളത്തിലും ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. കേരളത്തിൽ ഒരു കള്ളനാണയത്തിൻ്റെ 2 വശങ്ങൾ എന്നുള്ള നിലയ്ക്ക് വർത്തിക്കുന്ന UDF-നെയും LDF-നെയും വളരെയധികം പുറകോട്ട് തള്ളിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വലിയ ഒരു മുന്നേറ്റം ഈ തിരഞ്ഞെടുപ്പിൽ നടത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. UP-യിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് ഫലവുമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളുമായിട്ടോ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന വളരെ വലിയ മുന്നേറ്റം ഇത്രയും കാലം ഇവിടെ ഭരിച്ചിരുന്ന UDF സർക്കാരിൻ്റെ അഴിമതിക്കെതിരെയും ഇത്രയും കാലം CPM ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് അനുവർത്തിക്കാത്ത അവരുടെ കടമകൾ നിർവഹിക്കാത്തതിനെതിരെയും ഈ കഴിഞ്ഞ ചില മാസങ്ങളിലായിട്ട് CPM നടത്തുന്ന നുണപ്രചരണങ്ങൾക്കെതിരെയുമുള്ള ശക്തമായ തിരിച്ചടിയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തിരുവനന്തപുരത്ത് ശ്രീ O രാജഗോപാൽ പറഞ്ഞതുപോലെയുള്ള ഒരു വൻപിച്ച വിജയം ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. കാസർകോട്ടും സ്ഥിതി മറിച്ചല്ല. വളരെ വലിയ ഒരു മാറ്റമാണ് കാസർകോടും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ മറ്റെല്ലാ ജില്ലകളിലും വരാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്ത് വരാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ. മറ്റ് ജില്ലകളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അപ്പം എല്ലായിടത്തും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത, ഞങ്ങളുടെ ആശയങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത, ഇതെല്ലാം കള്ളപ്രചരണങ്ങൾക്കുള്ള ഒരു തിരിച്ചടിയായിരിക്കും എന്നുള്ളത് സത്യമാണ്. UP-യിൽ ഇന്നത്തെ തിരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരായിട്ടുള്ള ഒരു ഫലമായിട്ട് അല്ലെങ്കിൽ ഒരു തിരിച്ചടിയായിട്ട് കണക്കാക്കേണ്ടതില്ല. ശ്രീ നരേന്ദ്രമോദി അവിടെ മാത്രമല്ല, മഹാരാഷ്ട്രയിലെ മുംബൈയിലെ കല്യാൺ നഗരസഭയിലും ശിവസേന BJP പിന്നിലാക്കിയിരിക്കുന്നു. ഇത്തവണ നിങ്ങൾക്ക് തിരിച്ചടി ഒരു തരത്തിൽ രാഷ്ട്രീയമായി നിങ്ങൾക്ക് അതൊരു തിരിച്ചടിയാണ്. സീറ്റുകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നു എന്ന് സംശയിക്കേണ്ട കാര്യമേ ഇല്ല. കേരളത്തിലെ ജനങ്ങൾ ഇത്രയും കാലത്തെ UDF-ന്റെ അഴിമതി ഭരണത്തിനെതിരെ ഈ തിരഞ്ഞെടുപ്പിൽ വിധിയെഴുതും. ഇത്രയും കാലത്തെ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ കള്ളപ്രചരണത്തിനെതിരെ ഈ തിരഞ്ഞെടുപ്പിൽ വിധിയെഴുതും. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ കമറുന്നീസ അൻവർ, ക്ഷമിക്കണം, ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടായതാണ്. നേരത്തെ പറഞ്ഞ മറുപടിയിൽ നിന്ന് തുടങ്ങാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത്? ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും, ആഭ്യന്തരമായ ഈ കലഹങ്ങളെ എല്ലാം അതിജീവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ആദ്യമായി മീഡിയ വൺ തന്നെ അനുമതിച്ചോളട്ടെ, ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സ്പെഷ്യൽ പരിപാടി അറേഞ്ച് ചെയ്തതിന്. നിങ്ങൾ ലീഗിനെ പറ്റി ചോദിച്ചല്ലോ, അല്ലേ? ലീഗിൽ ഭിന്നതയുണ്ട്. UDF എന്തുണ്ടായാലും ലീഗ് അച്ചടക്കമുള്ള പാർട്ടിയാണ്. ഞങ്ങൾക്കൊരു നേതാവുണ്ട്, തങ്ങൾ പറഞ്ഞതിൻ്റെ അപ്പുറം ഒരു ലീഗുകാരനും ഒന്നും എതിരായിട്ട് പ്രവർത്തിക്കില്ല, ചെയ്യുകയും ചെയ്യില്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെ ഇടയിൽ, പക്ഷെ അതൊക്കെ സോൾവ് ചെയ്തെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മലപ്പുറത്ത് അത് സോൾവ് ചെയ്തു? തീർച്ചയായിട്ടും മലപ്പുറത്ത് വലിയ രീതിയിൽ ലീഗിന് അമർഷമുണ്ട്. പല പഞ്ചായത്തുകളും നഷ്ടപ്പെട്ടാൽ പോലും കുഴപ്പമില്ല, കോൺഗ്രസുമായി ചേർന്ന് നിൽക്കേണ്ട എന്നൊരു തീരുമാനം ലീഗ് എടുത്തിട്ടില്ലേ? അങ്ങനെ അതാ ഞാൻ പറയാം, നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ UDF-ൻ്റെ നേതാക്കളാണ്. അതിൽ ഒന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ടാണ് ലീഗ് നേതാക്കൾ, കുഞ്ഞാൽ സാഹിബും നമ്മുടെ തങ്ങളുമൊക്കെ. അവർ പറഞ്ഞതിൻ്റെ അപ്പുറം ലീഗിന് വേറെ ഒന്നുമില്ല. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് പറഞ്ഞത്, അവിടെ ഒരു സാമ്പാർ മുന്നണിയാണുള്ളത്. ഒരു കഷ്ണം ഇവിടെയാണെങ്കിൽ ഒരു കഷ്ണം മറുഭാഗത്താണ്. പക്ഷേ നിങ്ങൾ റിസൾട്ട് വന്നാൽ നോക്കിക്കോളി, എല്ലാം നമ്മുടെ UDF-ന്റെ ലീഗിൻ്റെ ആൾക്കാർ തന്നെ ജയിക്കും, ഒരു സംശയമില്ല. ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടന്ന 7 ജില്ലകൾ അത് മാറ്റിയാൽ ഇനി ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന ജില്ലകളിൽ, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ, മറ്റേഴ് ജില്ലകളിൽ, അവിടെ ഇപ്പോൾ നേരത്തെ ഷാനിമോൾ ഉസ്മാൻ എല്ലാം സൂചിപ്പിച്ചതുപോലെ വർഗീയ ഫാഷിസം എന്നത് തന്നെയാണോ ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം നിങ്ങളെ സംബന്ധിച്ച്? അതുകൊണ്ട് CPM-ന്റെ ഒക്കെ അക്രമ രാഷ്ട്രീയമൊക്കെ തന്നെ നമ്മുടെ ജനങ്ങളിപ്പോൾ ബോധവാന്മാരാണ്, പണ്ടത്തെ മാതിരിയല്ല. എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മീഡിയ, പത്രങ്ങൾ എല്ലാം നോക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് സ്ത്രീകളെ പറ്റി പറയാമെന്ന് വെച്ചാൽ, പണ്ടൊന്നും സ്ത്രീകൾ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലും സ്ഥാനാർത്ഥികളായിട്ട് വരാനും പണ്ടൊക്കെ പിടിച്ചുകൊണ്ടായിരുന്നു ഓരോരുത്തർ. ഇപ്പോൾ എല്ലാവരും ഞാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരിക, ഞങ്ങളുടെ പാർട്ടിയിലും തന്നെ. അപ്പോൾ അത്രയും ബോധവാന്മാരാണ്. എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ വരണം, പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഭരണത്തിൽ വരണം എന്നൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ഈ 50% സംവരണവും സ്ത്രീകളെ സംബന്ധിച്ച് ഒരു
ഒരു അഡീഷണൽ ഊർജ്ജമാണ് അല്ലേ? 80% സംവരണം അല്ലേ? 50. അതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ട് അതൊക്കെ നല്ല വിജയത്തിനായിരുന്നല്ലോ. പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്ക് ഭരിക്കാൻ അറിയുമെന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ, മികച്ച ഭരണ മികവ് കാഴ്ചവെച്ചിട്ടുണ്ട്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഇവിടെ എനിക്ക് തോന്നുന്നു ശാലീന പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇവിടെ ഇടത് വലത് മുന്നണികൾ ഇനി അവരെ സ്വീകരിക്കുന്നതിന് പകരം ഒന്ന് മാറി ചിന്തിക്കാൻ പാകപ്പെട്ട ഒരു രാഷ്ട്രീയ മനസ്സ് ഏതെങ്കിലും ഒരർത്ഥത്തിൽ കേരളത്തിൽ രൂപപ്പെടുന്നുണ്ടോ? ഒരു മൂന്നാം മുന്നണിയുടെ സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതിൻ്റെ തുടക്കത്തിൽ. പിന്നീട് അതിൻ്റെ ബലം കുറഞ്ഞു പോയെങ്കിലും അതിൻ്റെ ഭാഗമായിരുന്നു SNDPയുമായി ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള BJPയുടെ പദ്ധതി. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി, ഹിന്ദു ഐക്യം സൃഷ്ടിക്കാൻ വേണ്ടി SNDP നടത്തിയ നീക്കങ്ങൾ, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ആത്യന്തികമായി ഈ നീക്കങ്ങളെല്ലാം ആർക്ക് ഗുണം ചെയ്യും, ആർക്കൊക്കെ ദോഷം ചെയ്യും? ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശാലീന പറഞ്ഞൊരു കാര്യം, കേരളത്തിലെ വോട്ടർമാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് ഒരിക്കലും. ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം, പ്രാദേശിക രാഷ്ട്രീയം, ഇത് മൂന്നും ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് 2-ാം തീയതി, ഇന്നത്തെ ദിവസവും 5-ാം തീയതി കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനങ്ങളൊന്നും ഇവിടെ ഇല്ലയെന്ന് പറയരുത്. വാരാണസിയിൽ നിന്നുണ്ടായിട്ടുള്ള BJPക്ക് ഉണ്ടായിട്ടുള്ള കനത്ത പരാജയം, ഈ പറഞ്ഞതുപോലെ മുംബൈയിലുണ്ടായിട്ടുള്ള കല്യാൺ നഗരസഭയിലുണ്ടായിട്ടുള്ള കനത്ത പരാജയം അടക്കം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിർവചനങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുക. ഒന്ന്. രണ്ടാമത്, ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോട്ടോക്കോൾ എന്ന് പറയണം. മനുഷ്യൻ്റെ പ്രോട്ടോക്കോള്, പട്ടിയാണോ പശുവാണോ മനുഷ്യനാണോ മുന്നിലെന്ന് BJP പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. അപ്പം അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ മുന്നണിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഗോപി തുടക്കത്തിൽ തന്നെ പല ചർച്ചകളിലും പല ചാനലുകളിലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞത്, ഈ മുന്നണി എന്ന് പറയുന്നത് ജനിച്ച അന്ന് തന്നെ മരിച്ച ഒരു കുഞ്ഞാണ്. കാരണം ഇവിടെ അത്തരം മുന്നണിക്കൊന്നും ഒരു പ്രസക്തിയില്ല. കേരളത്തിൽ വർഗീയതയ്ക്ക് യാതൊരു തരത്തിലുമുള്ള വർഗീയത മുളയ്ക്കുന്ന ഒരു മണ്ണ് കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ BJP ആരെങ്കിലുമൊക്കെയായി കൂട്ടുകെട്ടിക്കൊണ്ട് മൂന്നാം മുന്നണി ഉണ്ടാക്കാമെന്ന് ധരിച്ചുവോ, അതൊക്കെ തന്നെ പൊട്ടിപ്പാളീസായി പോയി. അവരുടെയൊക്കെ തന്നെ പ്രസ്താവനകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ എൻ്റെ ഏറ്റവും ബഹുമാന്യായ സുഹൃത്ത് മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞൊരു കാര്യം, CPM അക്രമമില്ലാത്ത പാർട്ടിയാണ് എന്ന് പറയുന്നത് കേൾക്കാൻ തീർച്ചയായിട്ടും എനിക്കടക്കം സന്തോഷമേ ഉള്ളൂ, ആഗ്രഹമുണ്ട്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിലെ ഫസൽ വധ കേസിലെ പ്രതികളെ അടക്കം വേറെ ആരും കണ്ണൂർ ജില്ലയിൽ ഇല്ലാത്തതുപോലെ 2 കാരായിമാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചുകൊണ്ട് അക്രമികളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും, അക്രമത്തെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ ഉത്തരവ്, കേരളത്തിലെ പരമോന്നത കോടതിയായിട്ടുള്ള ഹൈക്കോടതി പറഞ്ഞതാണ്, കണ്ണൂരിലെ മണ്ണിലേക്ക് ഈ കാരായിമാർ കാല് കുത്തരുത് എന്ന് പറഞ്ഞപ്പോൾ അന്നാ പിന്നെ ഞങ്ങൾ നിയമവ്യവസ്ഥയെയും വെല്ലുവിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്കടക്കം സീറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലാകമാനം നടക്കുന്ന അക്രമങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഇന്ന് BJPയും അതുപോലെ തന്നെ CPMഉം പങ്കിട്ടെടുക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം 1-ാം സ്ഥാനത്ത് ഞങ്ങൾ ബഹുദൂരം മുന്നിലാണ്. 2-ാം സ്ഥാനത്ത് ആമയും മുയലും എന്നുള്ളത് പോലെ ഇടതു മുന്നണിയും BJPയും മത്സരിച്ചോടുന്ന ഒരു ചിത്രമാണ് ആ വർത്തമാനകാല കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എന്നാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, സ്വാഭാവികമായും ഷാനിമോൾ ഉസ്മാൻ മറുപടി കാണും. അതോടൊപ്പം തന്നെ SNDP BJP കൂട്ടുകെട്ട് ഒരു വലിയ പരിധിവരെ വോട്ട് ചോർച്ച ഉണ്ടാക്കാൻ പോകുന്നത് ഇടതുപക്ഷത്താണ് എന്ന് ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷം തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി സ്വീകരിച്ചിരുന്ന വിഷയങ്ങളിൽ നിന്നും മാറി ഏറെക്കുറെ SNDPക്കെതിരെ ശബ്ദമുയർത്താനും പിന്നീട് വർഗീയ ഫാസിസം എന്ന വിഷയത്തിൽ ഊന്നി പ്രചാരണം നടത്താനും ഏറ്റവും ഒടുവിൽ കെ എം മാണിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള കോടതി വിധി വന്നപ്പോൾ അതിനെ പ്രചാരണ വിഷയമാക്കാനുമൊക്കെ CPMന് ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിഷേധിക്കാനാകാത്തൊരു വസ്തുത തന്നെയാണ്, ഏറെക്കുറെ ഓർഗനൈസ്ഡായി, ഏറെക്കുറെ സംഘടിതമായി, കുറെ കൂടി പക്വതയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അതും ഒരു വസ്തുതയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിനെല്ലാം അപ്പുറത്തേക്ക് ജനവിധിയെ സ്വാധീനിക്കുന്ന മറ്റ് പല പ്രാദേശിക വിഷയങ്ങൾ കൂടിയില്ലേ? ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധാപൂർവം ഇടപെടൽ നടത്താനും ജനമനസ്സുകളെ ഒന്നിപ്പിക്കാനും അത് വോട്ടുകളാക്കി മാറ്റാനും ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഇടതുപക്ഷത്തിന് സാധിച്ചു? ഇപ്പോൾ ചോദിച്ചതുപോലെ എല്ലാ പ്രശ്നങ്ങളും സമഗ്രമായി കണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ
ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ജാഗ്രതയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുവാനും സ്ഥാനാർത്ഥി നിർണയത്തിലാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളിലും വളരെ സൂക്ഷ്മതയോടുകൂടി നേരിടാൻ ഇടതുപക്ഷ മുന്നണിക്ക് കഴിഞ്ഞത്. എനിക്ക് ഷാനിമോൾ ഉസ്മാനോട് പറയാനുള്ളത്, ഷാനിമോൾ എനിക്കിഷ്ടപ്പെട്ട നേതാവൊക്കെയാണ് ഷാനിമോൾ, പക്ഷേ നിർഭാഗ്യവശാൽ തൃശ്ശൂരിൽ നടക്കുന്ന കോൺഗ്രസ് തമ്മിൽ കൊല്ലുന്ന ഈ കൊലപാതകം നമുക്ക് ആർക്കെങ്കിലും സഹിക്കാവുന്നതാണോ? നിങ്ങൾ CPM-നെ അക്രമം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കണ്ണൂരിലെ കാരായിമാർ എന്ന പേരിലാണല്ലോ നിങ്ങൾ വിവക്ഷിക്കുന്നത്. ആ പറയുന്ന സംഭവത്തിൽ അവർ പ്രതികളാണോ? അവർ പ്രതികളല്ല എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അതിപ്പോൾ കേസിന്റെ വഴി വരട്ടെ. ഞങ്ങൾ നിയമത്തെ ഒന്നും ലംഘിക്കാൻ തയ്യാറില്ല, നിയമത്തെ ചോദ്യം ചെയ്യാറില്ല. നിയമത്തിന്റെ വഴി തന്നെ പോകും. അവർക്കെതിരായി വന്നിട്ടുള്ള കേസ് അന്തിമമായി വരുമ്പോൾ അവർക്കതിൽ പങ്കില്ല എന്നുള്ളത് സുവ്യക്തമാകുമെന്നത് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. തൃശ്ശൂർ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ്സുകാർ തമ്മിലല്ലേ വെട്ടിക്കൊല്ലുന്നത്, വെട്ടിച്ചാവുന്നത്? അതെന്തേ ഷാനിമോൾ കാണാത്തത്? കോൺഗ്രസിനകത്ത് പണ്ടുള്ളതാണോ ഇത്? കോൺഗ്രസിന് നശിച്ച് നാറാണക്കല്ല് തൂണ്ടുകയാണ്, പരസ്പരം വെട്ടിക്കൊല്ലുകയാണ്, നേതാക്കൾ തമ്മിൽ പരസ്പരം പോരടിക്കുകയാണ്. ഇതൊന്നും ഷാനിമോൾ കാണാതെ പോകുന്നു എന്നത് നിർഭാഗ്യകരമാണ്. ഞാൻ അതിലപ്പുറത്തേക്ക് കടക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. കേരളം ഇന്ന് നേരിടുന്ന പ്രശ്നം കോൺഗ്രസ് തമ്മിൽ തല്ലിയും അഴിമതി കൊണ്ടും നാശത്തിലേക്ക് പോകുമ്പോൾ ബദലായി വർഗീയ പാർട്ടികൾ വന്നുകൂടാ. കേരളത്തിന് ഒരു മതേതര മനസ്സുണ്ട്. കേരളത്തിന് വർഗീയതയൊന്നും അത്ര പെട്ടെന്ന് കേരളത്തിൽ സ്വാധീനം ചെലുത്തില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് കേരളത്തിന്റെ വർഗീയ മനസ്സ് ഇന്ന് ദേശീയ തലത്തിൽ ഉയരുന്ന വർഗീയ ഫാസിസം, മനുഷ്യനെ മനുഷ്യനായി കാണാത്ത, മൃഗങ്ങൾക്കുള്ള വില പോലും മനുഷ്യന് കൊടുക്കാത്ത ഒരു വർഗീയ ഫാസിസം അത് ദേശീയ തലത്തിൽ അതിൻ്റെ എല്ലാ പണവും വിടർത്തി അങ്ങേറ്റം ഭീഷണമായി ആടുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ ഇതൊന്നും സ്വാധീനിക്കില്ലെന്നാണോ കരുതുന്നത്? കേരളത്തിൽ ഒരു മൂന്നാം ബദൽ എന്നൊക്കെ പറയുന്നത് ജനപക്ഷമുള്ള ബദലിനെ കേരളത്തിൽ മുന്നോട്ട് വരാൻ പറ്റൂ. ഇന്ന് BJP SNDPയും ഉയർത്തുന്ന മൂന്നാം ബദൽ എന്ന് പറയുന്നത് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞതുപോലെ ചാവിള്ളയാണത്. അതിപ്പോൾ ഇനി ഏതാനും ദിവസം നമുക്ക് കാത്തിരുന്നാൽ മതിയല്ലോ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാൻ കഴിയും BJPയും SNDPയും മോരും കുതിരയാണ്. ഏതെങ്കിലും സാദൃശ്യമുണ്ടോ? BJP ഉയർത്തുന്ന തീവ്ര ഹിന്ദുത്വത്തിനും SNDP വിഭാവന ചെയ്യുന്ന ശ്രീനാരായണ ദർശനങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വെള്ളാപ്പള്ളി ഉണ്ടാക്കിയ ഒരു കൂട്ടുകെട്ടല്ലാതെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു കൂട്ടുകെട്ടേ അല്ലത്. ശ്രീനാരായണീയർ അംഗീകരിച്ചിട്ടുള്ള ഒരു കൂട്ടുകെട്ടല്ലത്. ഇന്നലെ എനിക്ക് നേരിട്ടുണ്ടായൊരു അനുഭവമുണ്ട്. എൻ്റെ പഞ്ചായത്ത് കൂടിയാണ് മൺറോത്തുരുത്തിൽ. ഇന്നലെ ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോൾ 98% ശ്രീനാരായണീയർ മാത്രമുള്ളതാണ് ആ പഞ്ചായത്ത്. ഞാൻ അവരോട് ചോദിച്ചു, വെള്ളാപ്പള്ളി ഉയർത്തുന്ന ആശയഗതി നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? അവരുടെ എന്നോടുള്ള സ്വാതന്ത്ര്യം കൊണ്ടാണ് അവർ പറഞ്ഞത് ഇവിടെയുള്ള ചുവന്മാരൊന്നും വെള്ളാപ്പള്ളിക്കൊപ്പമല്ല. അവർ ആ ഭാഷ ഉപയോഗിച്ചത്. അത് എൻ്റെ നാട്ടുകാരെന്ന നിലയിൽ എന്നോടൊരു സ്വാതന്ത്ര്യം ഉള്ളോട്ട് അവരങ്ങനെ തുറന്നു പറഞ്ഞതാണ്. എന്നാലും വെള്ളാപ്പള്ളി ഉയർത്തുന്ന ആശയഗതിയെ ബഹുഭൂരിപക്ഷം ഈഴവ സമുദായത്തിൽപ്പെട്ടവരെയും ശ്രീനാരായണീയരെയും സ്വാധീനിച്ചിട്ടില്ല എന്നതിന്റെ ഇതിന് ശാലീന മറുപടി പറയും. ഞാൻ ശാലീനയിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീജ നെയ്യാറ്റിൻകര വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീജ നെയ്യാറ്റിൻകര ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ശ്രീജ നെയ്യാറ്റിൻകര, ഇപ്പോൾ പോളിംഗ് ശതമാനം നോക്കുമ്പോൾ 2010 തെരഞ്ഞെടുപ്പിലെ പോളിംഗിനോട് ഏതാണ്ട് അടുത്ത് നിൽക്കുന്നുണ്ട് ഇത്തവണത്തെയും പോളിംഗ് ശതമാനം. ഇത് ദേശീയ തലത്തിലുള്ള വിഷയങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ചിത്രമാണ് നമുക്ക് മുന്നിൽ നൽകുന്നത്? ഈ പോളിംഗ് ശതമാനത്തിലെ ഈ വർധനവ് ഏത് തരത്തിലുള്ള റിഫ്ലക്ഷൻസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്? എങ്ങനെയാണ് കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത്? തീർച്ചയായും ഒരു പുതിയ രാഷ്ട്രീയ ഒരു രൂപം കേരളത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസ്യതയും ഒക്കെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ ശബ്ദം മുഴങ്ങി കേൾക്കുന്നത്. സംശയമില്ല, ജനങ്ങൾ മടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇടത് വലത് എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറി BJP ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി രാജ്യത്ത് ഒന്നാകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരതയ്ക്ക് എതിരായി ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് രാഷ്ട്രീയമായി തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയം സ്വാധീനിക്കുന്നില്ല എന്ന് പറയുന്നതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ തീർച്ചയായിട്ടും ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന, ജനങ്ങൾക്ക് ഉപകാരമുള്ള, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന, ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ശബ്ദത്തെ ജനങ്ങൾ കൂടുതൽ നോക്കിക്കാണുന്നു, കേൾക്കുന്നു. അല്ല, ശ്രീജ നെയ്യാറ്റിൻകര, താങ്കൾ പറഞ്ഞതുപോലെ ഇടത് വലത് മുന്നണികളുടെ ഭരണത്തിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകാൻ കേരളത്തിലെ ജനതയ്ക്ക് താല്പര്യമില്ലെങ്കിൽ
ആ സ്പേസ് വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ ആ സ്പേസ് ഉപയോഗപ്പെടുത്താനോ ആയിരിക്കും BJP SNDP കൂട്ടുകെട്ടുകളിലൂടെ ഒരു മൂന്നാം മുന്നണിയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അതിനെ സ്വീകരിക്കാവുന്ന ഒരു മനസ്സ് കേരളത്തിനുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ അവരുടെ മുന്നിലുള്ള ഓപ്ഷൻ ഈ രണ്ട് മുന്നണികൾ തന്നെ. അപ്പോൾ ആർക്ക് അനുകൂലമായ സാഹചര്യമാണ് ഇതുണ്ടാക്കുക? ഇല്ല, തീർച്ചയായിട്ടും അതല്ല. ഇടത് വലത് മുന്നണികളുടെ ഭീകരമായ ജനവിരുദ്ധ നയങ്ങളാണ് ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. അതിനെ ഏതോ തലത്തിൽ ഉപയോഗപ്പെടുത്താനാണ് BJP SNDP കൂട്ടുകെട്ടായിട്ട് മുന്നോട്ട് വരുന്നത്. അതൊരിക്കലും കേരള ജനത അംഗീകരിക്കില്ല. കേരളത്തിലെ നവോത്ഥാന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന കേരള മനസ്സ് അതൊരിക്കലും അംഗീകരിക്കില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയൊരു തലം അത് തേടുന്നുണ്ട്. അത് വെൽഫെയർ പാർട്ടിയെ പോലുള്ള ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ, ഞങ്ങൾക്ക് കേവലം 4 വർഷത്തെ പ്രവർത്തനങ്ങളെ കേരളത്തിലുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വീകാര്യത, അതൊരു പുതിയ ഒരു രാഷ്ട്രീയ ശബ്ദം കേൾക്കാൻ കേരള ജനത ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മുക്കിലും മൂലയിലും കേരളത്തിലെ ഇത്രയും കാലം ഭരിച്ച ജനവിരുദ്ധ മുന്നണികൾക്കുള്ള ഒരു വലിയൊരു പ്രതികരണമായിരിക്കും അതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അത് ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ ഇടത് വലതിന് ബദലായി ഒരിക്കലും കേരളത്തിലെ BJP SNDP കൂട്ടുകെട്ടിനെ കേരള ജനത സ്വീകരിക്കില്ല. അതുറപ്പാണ്. അത് വരും നാളുകളിൽ 7-ാം തീയതി അത് കാണാനിരിക്കുന്നതേ ഉള്ളൂ. വെൽഫെയർ പാർട്ടിയും ചിലയിടങ്ങളിൽ ചില രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെട്ടിട്ടില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ? പ്രാദേശികമായിട്ടുള്ള അത്തരത്തിലൊരു നീക്കുപോക്കുകളാണ്, അല്ലാതെ ഒരു കൂട്ടുകെട്ട് എന്ന് പറയാനാവില്ല. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നീക്കുപോക്കുകൾ. ആദ്യമായിട്ട് വെൽഫെയർ പാർട്ടി ഇലക്ഷനിൽ മത്സരിക്കുകയാണ്. അവിടെ ചില പ്രാദേശികമായിട്ടുള്ള നീക്കുപോക്കുകൾക്കപ്പുറത്തേക്ക് ഒരു മുന്നണികളുമായിട്ടൊരു കൂട്ടുകെട്ട് അത്തരത്തിലൊന്നും അങ്ങനെയൊന്നും വെൽഫെയർ പാർട്ടി നിലപാടെടുത്തിട്ടില്ല. റൈറ്റ്, ശ്രീജ നെയ്യാറ്റിങ്കര. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ വനിതാ പ്രതിനിധികൾ പങ്കെടുക്കുന്നു സ്പെഷ്യൽ എഡിഷനിലെ ഈ പ്രത്യേക ചർച്ചയിൽ. ഷാനിമോൾ ഉസ്മാൻ, ജെ മേഴ്സിക്കുട്ടിയമ്മ, OM ശാലീന, ഡോക്ടർ ഖമറുന്നീസ അൻവർ, ശ്രീജ നെയ്യാറ്റിങ്കര എന്നിവർ ഇന്നത്തെ പോളിംഗ് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം വിശകലനം ചെയ്യാൻ വേണ്ടി നമ്മളോടൊപ്പമുണ്ട്. എല്ലാ വനിതാ സുഹൃത്തുക്കളും നിങ്ങൾ തുടരണം. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാം. 7 ജില്ലകളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിനെ വിശകലനം ചെയ്യാൻ ഇന്ന് എത്തിയിട്ടുള്ളത് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ വനിതാ പ്രതിനിധികളാണ്. ഇന്ന് സ്പെഷ്യൽ എഡിഷനിലെ അതിഥികൾ ഷാനിമോൾ ഉസ്മാൻ, കോൺഗ്രസിന്റെ ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ, CPM-ന്റെ ജെ മേഴ്സിക്കുട്ടിയമ്മ കൊല്ലം സ്റ്റുഡിയോയിൽ, മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി OM ശാലീന കൊച്ചിയിൽ, വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഖമറുന്നീസ അൻവർ ന്യൂസ് ഫ്ലോറിൽ, ഒപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീജ നെയ്യാറ്റിൻകര എന്നിവരാണ് എൻ്റെ പാനലിൽ ഉള്ളത്. ശ്രീമതി OM ശാലീന, ഇവിടെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു SNDP BJP ബാന്ധവം ആത്യന്തികമായി BJPക്ക് ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല. അത് പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ, അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നത് പോലെ ഇടതുപക്ഷത്തിൻ്റെ ബേസിനെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. 2, ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇത്തവണ സജീവമായ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വിഷയങ്ങളായിരുന്നു. പൗരസ്വാതന്ത്ര്യം, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള സ്വാതന്ത്ര്യം, ഒരുപക്ഷെ ഇതെല്ലാം തന്നെ ഈ തവണ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. ഇത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെങ്കിലും സജീവമായി അവരുടെ വോട്ടുകളെ നിർണ്ണയിക്കുന്ന, അതിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളായി മാറിയിട്ടുണ്ട്. BJPക്ക് തിരിച്ചടി നൽകുന്നതല്ലേ ഈ ഘടകങ്ങളെല്ലാം? ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞ UP-യിലെ തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ ജനതയുടെ വിവേചന ബുദ്ധി പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞു. മിഞ്ഞാന്നാണ് ബാർക്കോഴ കേസിൽ വിജിലൻസ് കോടതിയുടെ പരാമർശമുണ്ടായത്. ഇത്രയും കാലം CPM-നും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒരു സംശയവും ഇല്ലാതിരുന്ന ശാശ്വതികാനന്ദയുടെ മരണത്തിൽ BJPക്ക് SNDP പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ മാത്രമാണ് സംശയം ജനിച്ചത്. അപ്പം ഇതൊക്കെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനതയ്ക്ക് സാധിക്കും. ഇതുമെല്ലാം ഇവിടെ വിഷയങ്ങളാണ്, അല്ലാതെ UP-യിലെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇവിടെ വിഷയം. ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ സംഘടിതമായിട്ട് CPM-ഉം അതുപോലെ തന്നെ മാധ്യമങ്ങളും കോൺഗ്രസും ഒക്കെ നടത്തുന്ന ആ ഒരു ഗൂഢാലോചന, അതാണ് ഇത്രയും കാലത്തെ ഈ ബീഫ് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഭക്ഷണ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റം എന്ന് പറയുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഒരാളുടെയും ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറിയിട്ടില്ല. മഹാരാഷ്ട്രയിൽ ഗോവധ നിരോധനം കൊണ്ടുവന്നപ്പോഴാണ് കേരളത്തിൽ ആദ്യമായിട്ട് ബീഫ് ഫെസ്റ്റ് ഉണ്ടായത്. ഇതിനു മുൻപ് 1950 മുതൽ ഗോവധ നിരോധനം ഭാരതത്തിൽ പല സംസ്ഥാനങ്ങളിലുമായിട്ട് നിലവിൽ വന്നതാണ്. 2005-ൽ സുപ്രീം കോടതിയുടെ 7-അംഗ ബെഞ്ച് ഗോവധ നിരോധനം ശരിയാണെന്ന് പറഞ്ഞതാണ്. ഗോവധ നിരോധനം എന്ന് പറയുന്നത് ഭക്ഷണ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണ് എന്നുള്ള കുപ്രചരണം തിരിച്ചറിയാൻ കേരളീയ ജനത ഈ തെരഞ്ഞെടുപ്പിൽ തയ്യാറാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു വിഷയം ശ്രീമതി മേഴ്സിക്കുട്ടി പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ
അക്രമ രാഷ്ട്രീയം കോൺഗ്രസിന്റെയും ഭാഗമാണ് എന്ന് പറഞ്ഞു. ശരിയാണ്, ഞങ്ങളും അത് സമ്മതിക്കുന്നു. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നിട്ടുള്ള അക്രമങ്ങളിൽ രണ്ട് കൂട്ടരും ആരാണ് മുന്നിൽ എന്നുള്ള മത്സരത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. SNDP ഭാരതീയ ജനതാ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഇവർക്ക് രണ്ടുപേർക്കും SNDP തൊട്ടുകൂടായ്മയായത്. ഇതുവരെ ഇത്രയും കാലം SNDPയെ താലോലിച്ച് നടന്നിരുന്ന ഇവർക്ക് ഇപ്പൊ മാത്രമാണ് മൂന്നാം മുന്നണി എന്നുള്ള നിലയിൽ BJP മുന്നോട്ട് വരില്ല എന്നുള്ള തോന്നലുണ്ടായത്. അപ്പം ഇതെല്ലാം തിരിച്ചറിയാനുള്ള കഴിവ്, വിവേകം കേരളത്തിലെ ജനതയ്ക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, മൈക്രോ ഫിനാൻസ്, ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, മൈക്രോ ഫിനാൻസ് അഴിമതി ആരോപണത്തിൽ VS ഇടപെട്ടത് ബാർ കോഴ കേസിൽ KM മാണിയെ പ്രതിക്കൂട്ടിലാക്കിയ കോടതിയുടെ ഇടപെടലുണ്ടായത്, ശാശ്വതി ഗാനന്ദിയുടെ മരണത്തിൽ തുടരന്വേഷണം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചത്, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങളൊക്കെ ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് വലിയ വിഷയങ്ങളാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്ന ചിന്ത കൊണ്ടും എന്ന ആശങ്ക കൊണ്ടുമല്ലേ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ, ശാശ്വതി ഗാനന്ദിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വന്നു, ബാർ കോഴ കേസിൽ ഇതുണ്ടായപ്പോൾ അതിനെ പ്രതിരോധിച്ച് നിങ്ങൾക്ക് രംഗത്ത് വരേണ്ടി വന്നു. ഇതെല്ലാം സത്യത്തിൽ നിങ്ങളുടെ സാധ്യതകളെ ഒരു വലിയ പരിധി വരെ ബാധിക്കാൻ പോകുന്ന വിഷയങ്ങളല്ലേ? ഗോപി, അവിടെയാണ് ഒരു തരത്തിലും ഞങ്ങളുടെ വിജയസാധ്യതയെ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഒന്നും ബാധിക്കുകയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി UDF അധികാരത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും വരും. പക്ഷെ ഇതിനകത്ത് ചില കാര്യങ്ങൾ, ഇപ്പോൾ ബാർക്കോഴ അന്വേഷണം നടത്തിയത് CPMന്റെ ഗവൺമെൻറ് അല്ല. അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ടുള്ള UDF ഗവൺമെൻറ് തന്നെയാണ്. അതൊന്ന് മനസ്സിലാക്കണം. പിന്നെ ഇവിടെ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അന്വേഷണം നടത്തുന്നതിന് ഞങ്ങൾക്കാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, SNDP ആയാലും NSS ആയാലും അതുപോലെ MES ആയാലും ക്രിസ്തീയ സഭകളായാലും അവരെയൊക്കെ കാടടച്ച് വെടിവെക്കാനൊന്നും ഞങ്ങളാരുമില്ല. ആ സമുദായ സംഘടനകൾക്കൊക്കെ തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലെ വളർച്ചയിൽ വലിയ സംഭാവനകളുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും ആതുര സേവന രംഗത്തുമൊക്കെ ഇത്തരത്തിലുള്ള സമുദായ സംഘടനകളുടെ വിലയേറിയ ഒട്ടേറെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ അതൊക്കെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ, രണ്ട് വോട്ട് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കണ്ടതല്ലേ, നവോത്ഥാന നായകനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ പോലും ചിത്രം വക്രീകരിച്ച് വെച്ചതാരാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ ഞങ്ങൾ ആരും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നവോത്ഥാന നായകരെ ഉപയോഗപ്പെടുത്തുന്നില്ല. അവിടെ BJPക്ക് ഉണ്ടായിട്ടുള്ള BJPയുടെ നേതാക്കന്മാർ തന്നെ അവിടെ പ്രതിസ്ഥാനത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയം വേറെ, വിശ്വാസം വേറെ, അതുപോലെ തന്നെ ആളുകളുടെ ആരാധന വേറെ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ആരാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ. പിന്നെ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞത് വളരെ ഓർഗനൈസ്ഡ് ആണ് CPM. സത്യത്തിൽ പണ്ടൊക്കെ CPM വളരെ ഓർഗനൈസ്ഡ് ആയിരുന്നു. അതിനകത്ത് വളരെ ഫലപ്രദമായ രീതിയിൽ ഉൾക്കാഴ്ചയുള്ള നേതൃത്വമുണ്ടായിരുന്നു. അതിന് ഇലക്ഷൻ മാനേജർമാരുണ്ടായിരുന്നു. സമരങ്ങൾ നന്നായി ഓർഗനൈസ് ചെയ്യാൻ കഴിയുന്ന നേതൃത്വമുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി പിന്നോട്ട്. ഇന്ന് CPMന്റെ നേതൃത്വത്തിന് വ്യക്തമായ ഒരു സമരം ഭരണ മുന്നണിക്കെതിരെ നടത്താൻ പോലും കഴിയാത്ത രീതിയിൽ വന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഡോക്ടർ ഖമറുന്നീസ അൻവർ, സമസ്ത മുസ്ലിം ലീഗിനോട് ഏറെ കൂറ് പുലർത്തുന്നവരാണ്. പക്ഷേ സമസ്തയിൽ നിന്നുണ്ടായ ഒരു പ്രതികരണം ഒരു ഘട്ടത്തിൽ വർഗീയ ഫാഷിസത്തെ നേരിടാൻ ഒരുപക്ഷെ ഏറ്റവും ശക്തമായി രംഗത്ത് വരാൻ പോകുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തോടുള്ള, അല്ലെങ്കിൽ വർഗീയ ഫാഷിസം എന്ന വിഷയത്തെ നേരിടുന്നതിൽ കോൺഗ്രസ് അപര്യാപ്തമാണ്, അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ കരുത്ത് അതിൽ ഇടതുപക്ഷത്തിനാണ് എന്ന് സമസ്തയെ കൊണ്ട് പറയിപ്പിച്ച ഘടകം എന്താണ്? ലീഗ് ഈ ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നു, അത്തരത്തിലുള്ള അണിയറ നീക്കങ്ങളും ചർച്ചകളും നടക്കുന്നു എന്നെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയുണ്ടായി. കോൺഗ്രസിനോടുള്ള നിങ്ങളുടെ അതൃപ്തി വളരെ പ്രകടമായി പുറത്തു വന്ന ഒന്ന് രണ്ട് സന്ദർഭങ്ങളായിരുന്നു ഇതൊക്കെ. അതൊക്കെ വെറും കഥകൾ മാത്രമാണ്. എനിക്കതേ പറയാനുള്ളൂ. സമസ്ത എപ്പോഴും ലീഗിൻ്റെ കൂടെ തന്നെയാണ്. ഒരിക്കലും മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് യോജിച്ച് പോവുകയോ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിലേക്ക് ഉള്ളിലേക്ക് പോവുകയോ ചെയ്തിട്ടുമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ രാഷ്ട്രീയ ലാഭത്തിന് ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഓരോ വ്യക്തികളായി എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയിട്ടുണ്ടാകാം. പക്ഷെ ഒരിക്കലും നേതാക്കളുടെ ഇടയിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. എന്നും UDFൻ്റെ കൂടെ തന്നെയാണ് ലീഗ്.
UDF വിജയിക്കുകയും ചെയ്യും. UDFിൻ്റെ നേതാക്കന്മാരായ ഉമ്മൻചാണ്ടി സാറും അതുപോലെ രമേശ് ചെന്നിത്തലയും നമ്മുടെ നേതാക്കന്മാരും എല്ലാം ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുകയാണ്. വികസന രംഗത്തും ബാക്കിയുള്ള രംഗത്തും എല്ലാം തന്നെ. ഇപ്പോൾ നമുക്ക് ഈ ഭരണ നേട്ടം തന്നെ നോക്കാം. വിദ്യാഭ്യാസ രംഗത്തുള്ള നേട്ടം, ആരോഗ്യ രംഗത്തുള്ള നേട്ടം, IT മേഖലയിലുള്ള നേട്ടം, ഇതൊക്കെ തന്നെ എല്ലാവരും അപ്രൂവ് ചെയ്യുന്നുണ്ടല്ലോ. ലീഗ് മാത്രമല്ല, ലീഗിൻ്റെ മന്ത്രിമാരെയും എല്ലാം തന്നെ UDFിൻ്റെ എല്ലാവരും നേതാക്കന്മാരും അതിൻ്റെ തലപ്പത്തുള്ളവരും അംഗീകരിക്കുന്നുണ്ട്. അവരുടെ നേട്ടത്തെ അവർ എടുത്തു പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വേറെ വിള്ളലുണ്ടാകുന്നത് എങ്ങനെ? അത് ആരെങ്കിലും അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ UDFിനെ ബാധിക്കില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ശ്രീമതി ശ്രീജ നെയ്യാറ്റിൻകര നേരത്തെ പറഞ്ഞു ഒരു പൊളിറ്റിക്കൽ റീ അലൈൻമെൻറ്റിൻ്റെ സാധ്യതകൾ കൂടി പരിശോധിപ്പിക്കപ്പെടും ഈ തെരഞ്ഞെടുപ്പിലെന്ന്. ഒരു പക്ഷേ ഒരു മതേതര ജനാധിപത്യ സഖ്യം എന്ന നിലയിൽ വർഗീയ ഫാഷിസം എന്ന ഒരു വെല്ലുവിളിയെ നേരിടാൻ, എന്നൊരു അപകടത്തെ നേരിടാൻ പുതിയ രാഷ്ട്രീയ കൂട്ടായ്മകൾക്ക് പുതിയ രൂപങ്ങൾ ഉണ്ടാകാൻ സാധ്യതയൊരുക്കുന്ന ഒന്നായി ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ മാറുമോ? ആ അർത്ഥത്തിൽ എത്രത്തോളം നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലായി ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയും? തീർച്ചയായും അത് മാറണമല്ലോ. ഇപ്പോ ഈ ചർച്ച ഞാൻ അധികം കേട്ടിട്ടില്ല, കാരണം ഞാൻ യാത്രയിലാണ്. ഫോൺ കട്ടായിട്ടാണ് എന്നെ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം കേൾക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ CPMന്റെ രാഷ്ട്രീയത്തെയും വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെയും അവരുടെ ഭരണ വൈകല്യങ്ങൾ കൊണ്ട് ജനങ്ങൾ വീർപ്പുമുട്ടി കഴിയുന്നതിനെയും കുറിച്ചാണ് നമ്മൾ ഒരു വശത്ത് ചർച്ച ചെയ്യുന്നത്. മറുവശത്ത് ഈ വിടവിലേക്ക് ഇതിനേക്കാൾ ഭീകരത സൃഷ്ടിക്കുന്ന, രാജ്യത്ത് മുഴുവൻ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാത്ത, എഴുതാൻ സാധിക്കാത്ത, പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്ന ഒരു പാർട്ടി ഇതിന്റെ വിടവിലേക്ക് കയറിക്കൂടാം എന്ന് ശ്രമിക്കുന്നത് വ്യാമോഹമാണ്. അത് ശാലീനയുടെ പാർട്ടിയുടെയും വ്യാമോഹം മാത്രമാണ്. ഇവിടെ നിങ്ങൾ ചോദിച്ചതുപോലെ അത് വലിയ സാധ്യതയാണ്. കേരളത്തിൽ വർഗീയ ഫാസിസത്തിനെതിരെ, അഴിമതി രാഷ്ട്രീയത്തിനെതിരെ, ഇടത് വലത് മുന്നണികളുടെ കൂട്ടുകെട്ട് ഭരണത്തിനെതിരെ ഒക്കെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി കൊടുക്കുന്നതാകും ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും തുടർന്ന് വരുന്ന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും എന്നുള്ളത് വ്യക്തമാണ്. കാരണം കേരള ജനത മടുത്തിരിക്കുന്നു. രണ്ടാമത് കേരള ജനത ഭയപ്പെടുന്നു. BJP കേരളത്തിൽ കാലുകുത്തിയാൽ സംഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ നവോത്ഥാന മൂല്യങ്ങൾ തകർന്നടിയും, സംശയമില്ല. അതുകൊണ്ട് അതിനെ എന്നും കേരളത്തിൽ നിന്ന് അസ്പർശ്യത കൽപ്പിച്ചിട്ടുണ്ട് BJPക്ക്. പ്രബുദ്ധരായ ജനത അത് ഈ ഇലക്ഷനിലും, ഇന്ന് നടന്ന ഇലക്ഷനിലും 5-ാം തീയതി നടക്കാൻ പോകുന്ന ഇലക്ഷനിലും ആ കേരള ജനത വിധി എഴുതുമെന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് ആ വിടവിലേക്ക് നോക്കി നാവ് നുണയേണ്ട ആരും, സംശയമില്ല കാര്യത്തിൽ. കേരളത്തിലെ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മതേതര വിശ്വാസികൾ, ജനകീയ സമരങ്ങളിലെ വ്യക്തിത്വങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഈ വർഗീയ ഫാസിസത്തിനെതിരെ, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി രാഷ്ട്രീയത്തിനെതിരെ ഒരു വലിയൊരു മുന്നേറ്റം വരും ദിനങ്ങളിൽ സാധ്യമാകും. അതിനുള്ള തുടക്കം തന്നെയാണ് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 കൊല്ലങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുതൽ അതിന്റെ ഒരു പ്രവർത്തനങ്ങളിൽ തന്നെയാണുള്ളത്. ശാലീന ഇതിൽ പ്രതികരിക്കാൻ വേണ്ടി കൈ ഉയർത്തിയിരുന്നു നേരത്തെ. ശാലീന, ഈ കേരളത്തിൽ ഇല്ലാത്ത ഒരു ഭീതി പരത്താൻ വേണ്ടി എല്ലാ ആളുകളും കൂടി ശ്രമിക്കുന്നത് വളരെ രസകരമാണ്. ഇതിനെതിരെ, കാരണം ഇതൊന്നും തിരിച്ചറിയാത്ത ആളുകളല്ല കേരള സമൂഹത്തിലുള്ളത്. ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുന്നത്. ഗോവധ നിരോധനം എന്ന് പറയുന്നത് പശുക്കളെ മാത്രം കൊല്ലാതിരിക്കലാണ്. മറ്റുള്ള കാര്യങ്ങളിൽ എങ്ങനെ കടന്നു കയറി ഭാരതീയ ജനതാ പാർട്ടി എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും തെറ്റായ പ്രചരണങ്ങൾ കൊണ്ട് മാത്രം ജനങ്ങളെ സ്വാധീനിക്കാം എന്നാണോ ഇവിടുത്തെ ഭരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഇപ്പൊ പുതുതായിട്ട് ആവിർഭവിച്ചു എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ ആളുകളൊക്കെ കരുതുന്നത്? ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ഭാരതത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്നുള്ളതാണോ? കേരളത്തിൽ എന്താണ് നിരോധനം കൊണ്ടുവന്നിട്ടുള്ളത്? എപ്പോഴാണ് കേരളത്തിൽ നിരോധനം കൊണ്ടുവന്നിട്ടുള്ളത്? ഭക്ഷണ കാര്യത്തിൽ എന്താണ് നിരോധനം കൊണ്ടുവന്നത്? അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നു ശ്രീമതി ശ്രീജ നെയ്യാറ്റിൻകര. എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തത്? ഈ ആളുകളൊന്നും 93-ൽ ശ്രീ ശേഖനൂർ മൗലവിയുടെ പ്രതികരിക്കുന്നത് നമ്മളാരും കണ്ടില്ലല്ലോ. ഇത് ശാലീന, ഈ കൊച്ചു കേരളം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ BJP ഭരണത്തിൽ വന്നതിന് ശേഷം
കേരളത്തിലെ തന്നെ നേതാക്കളുടെ സംസാര ഭാഷയും ശരീരഭാഷയും ധാർഷ്ട്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മതപരിവർത്തന മേള എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പ് ഒരിക്കലും കേരളത്തിൽ ആരും അരങ്ങേറിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ വിവർത്തകയായ സ്ത്രീയെ അതിനൊക്കെ വേണ്ടി കടന്നു വന്ന് സ്വാമിക്ക് കണ്ടാൽ സ്വാമിയുടെ ചാരിത്രം പോകുമെന്ന് പറഞ്ഞിട്ട് കേറ്റാതിരുന്ന ഒരു നടപടി നമ്മൾ ആലോചിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ തന്നെ വർഗീയ അജണ്ട വെച്ചുകൊണ്ട് BJPയും സംഘപരിവാർ ശക്തികളും കേരളത്തിൽ കടന്നുകയറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമാണെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. ഇത് കേരളത്തിന്റെ മണ്ണിൽ അത് വളരുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. ഇത് നിങ്ങൾ ആരെയൊക്കെ കൂട്ടും, ഇതൊക്കെ ഇത് എന്ത് തെറ്റായി പറയുന്നത്? ശാലീന ഒന്ന് ആലോചിച്ച് നോക്കണം. കേരള സംസ്ഥാനത്ത് വർഗീയത പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പല കമ്പാർട്ട്മെന്റുകളിലാക്കാൻ വേണ്ടി വന്ന് നടക്കില്ല. നിങ്ങൾ മറക്കരുത്, UPയിലെ ദാദ്രി മതസൗഹാർദ്ദം ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്ന പ്രദേശത്ത് ബീഫ് സ്വന്തം വീട്ടിൽ സ്വന്തമായി കാശ് മുടക്കി വാങ്ങിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചു എന്ന് പറഞ്ഞു. രാസപരിശോധനയിൽ അത് ബീഫല്ല ആട്ടിറച്ചിയാണ്. ഇഷ്ടമുള്ള സാധനം സ്വന്തം ഫ്രിഡ്ജിൽ വെക്കും. ആരാ ചോദിക്കാൻ? എന്താ ഉണ്ടായത്? ഗോഹാനയില് ഹരിയാനയില് 2 ദളിത് കുട്ടികൾ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിനെയും 11 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെയും ചുട്ടുകരിച്ചു. ഇവിടെ ചാതുർവർണ്ണ്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു BJP. അവിടെ ആരാണ്? ഞാൻ പറയട്ടെ, സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രതിരോധ വകുപ്പ് മന്ത്രി പറയുകയാണ്, ആരെങ്കിലും ഏതെങ്കിലും പട്ടിയെ കല്ലെറിഞ്ഞു കൊന്നാല് അതിന് BJPക്ക് ഉത്തരവാദിത്തമില്ല. എന്തിനാ പിന്നീട് രാജ്നാഥ് സിംഗും അതുപോലെയുള്ള ആളുകളും മലക്കം മറിയുന്നത്? എന്തിനാണ് കേസെടുക്കുന്നത്? നാം ആലോചിക്കണം. അപ്പൊ ഒന്ന് പറയുക, ഭയപ്പെടുത്തി നോക്കുക, ഭയപ്പെടുത്തി ഈ രാജ്യത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താനുള്ള BJPയുടെ ശ്രമങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രവണത തെറ്റാണ്. പുസ്തക പ്രകാശനത്തിൽ പുസ്തക പ്രകാശനത്തിൽ കുറ്റം പറയേണ്ടത് കരൺ ബുക്സിനെയാണ്. സ്വാമിജി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുവെന്ന് തീരുമാനിച്ചത് കരൺ ബുക്സ് ആണ്. അത്തരത്തിലൊരു സ്ത്രീയെ ആ വേദിയിലേക്ക് ഇരുത്തേണ്ടത് തീരുമാനിക്കുന്നത് ആ വേദിയിൽ ഉണ്ടായിരുന്ന ഒരു പരീക്ഷണമായി വാദപ്രതിവാദങ്ങൾ അവസാനിക്കാതെ തുടരാൻ പോകുന്ന വാദപ്രതിവാദങ്ങളാണ്. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും തന്നെ ഇടതു മുന്നണിയുടെ വിപുലീകരണം എന്ന ഒരാശയം, ഒരു അജണ്ട നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് JDUവിനെയാണ്. RSP വരാൻ സന്മനസ്സുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരാൻ അവരുടെ മനസ്സ് മാറ്റി വരാൻ തയ്യാറാണെങ്കിൽ അതും സ്വീകരിക്കാൻ ഇടതുപക്ഷം തയ്യാറായിരുന്നു. ഇത് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായ ഒരുപാട് രാഷ്ട്രീയ ചോദ്യങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. UDFന് ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്നത്, അതുപോലെ തന്നെ 2006 ശേഷം ഒരു തെരഞ്ഞെടുപ്പിലും തോറ്റിട്ടില്ല എന്ന ആത്മവിശ്വാസത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന UDF ഇത്തവണയും അത് ആവർത്തിച്ചാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അത് ഒരു വലിയ അതിജീവനത്തിന്റെ പ്രശ്നം കൂടിയാണ്. ഇന്നിപ്പോൾ JDUയുടെ നേതാവ് MP വീരേന്ദ്രകുമാറും RSPയുടെ NK പ്രേമചന്ദ്രനും പറഞ്ഞിരിക്കുന്നു UDF വലിയ വിജയത്തിൽ വരും, UDFൽ ഉറച്ചു നിൽക്കാൻ പോകുന്നുവെന്ന്. ഇടതുപക്ഷം എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ കാണുന്നത്? എന്നാൽ ഇടതുപക്ഷത്തിന് ഒരു സംശയവുമില്ല, ഇന്ന് വളർന്നു വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനങ്ങൾക്കെതിരായി ഉയർന്നു വരുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷത്തിന് കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് വളർന്നു വരുന്നത്. ഇവിടെ ശാലിന നേരത്തെ സൂചിപ്പിച്ചു, SNDPക്കെതിരെ ഇടതുപക്ഷത്തിന് എന്തോ അസ്പൃശ്യത, അങ്ങനെ എന്തോ ഒരു പ്രയോഗം നടത്തി. ഞങ്ങൾക്ക് പറയാനുള്ളത്, ശ്രീനാരായണ ദർശനങ്ങളോട് ഒരു കാലത്തും CPIM അസഹിഷ്ണുത പുലർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മണ്ണിൽ നിന്നാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വന്നിട്ടുള്ളതും. അതുകൊണ്ട് തെറ്റായി വ്യാഖ്യാനിച്ച് തെറ്റിദ്ധാരണയിലേക്കൊന്നും കാര്യങ്ങൾ പോകേണ്ടതില്ല. ഇപ്പോൾ CPIMന്റെ ദൗർബല്യങ്ങളെ കുറിച്ച് ഉത്കണ്ഠപ്പെട്ട് കണ്ടു ഷാനിമോൾ ഉസ്മാൻ. എനിക്ക് പറയാനുള്ളത്, ആ ഉത്കണ്ഠയൊക്കെ കോൺഗ്രസിനെ കുറിച്ച് മതി ഷാനിമോൾക്ക്. ഇവിടുത്തെ ഉത്കണ്ഠയൊക്കെ ഞങ്ങൾ പരിഹരിക്കുന്നുണ്ട്. അതൊന്നും അത്ര വലിയ ഉത്കണ്ഠയൊന്നും CPIMനെ കുറിച്ച് വേണ്ടതില്ല. CPIM ഇപ്പോൾ രാജ്യം നേരിടുന്ന വെല്ലുവിളി, തൊഴിലാളികൾ നേരിടുന്ന വെല്ലുവിളി, കൃഷിക്കാർ നേരിടുന്ന വെല്ലുവിളി, അതിനെ അതിജീവിക്കുന്നതിന് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ശക്തമായ ജനകീയ പോരാട്ടത്തിലാണ് CPIM പോകാൻ പോകുന്നത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാൽ ഈ അഴിമതിക്കെതിരായി ശക്തമായ പോരാട്ടത്തിലേക്ക് വരും. തൊഴിലാളികൾ നേരിടുന്ന ബുദ്ധിമുട്ടിനെതിരായി തൊഴിലാളി പക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് ശക്തമായ സമരത്തിലേക്ക് ഞങ്ങൾ വരും.
ജനപക്ഷമുള്ള ഞങ്ങളുടെ നിലപാട് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അപ്പുറത്തെ UDF തകർച്ചയിലേക്ക് പോകും. അവിടെയുള്ള ജനപക്ഷം നിൽക്കുന്നവർക്കെല്ലാം ഇടതുപക്ഷത്തോട് കൂടാതിരിക്കാനാവില്ല എന്ന സ്ഥിതി വരും. കക്ഷിയല്ല ഞങ്ങൾ കാണുന്നത്. കേരളത്തിന്റെ പാതി ഇപ്പോൾ പെട്ടിയിലായി കഴിഞ്ഞു. ബാക്കി പാതി ഇനി 5-ാം തീയതി പെട്ടിയിലാകും. ജനമനസ്സ് നമുക്ക് 7-ാം തീയതി അറിയാം. ഏതൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു, ഏതൊക്കെ വിഷയങ്ങൾ ജനമനസ്സുകളെ സ്വാധീനിച്ചുവെന്നും ആ ചിത്രവും നമുക്ക് അന്ന് വ്യക്തമാകും. വളരെയധികം നന്ദി എന്റെ വനിതാ സുഹൃത്തുക്കൾക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതിന്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ, ശ്രീമതി OM ഷാലീന, ഡോക്ടർ കമറുന്നീസ് അൻവർ, ശ്രീമതി ശ്രീജ നെയ്യാറ്റിൻകര, ഒരിക്കൽ കൂടി നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇതോടെ ഈ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.